എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 28 നടത്തിയ ഷിഫ്റ്റ് 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ തൊട്ട് നമ്മൾ 2024 ജൂൺ സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തത്. 2023 ഡിസംബർ സൈക്കിളിൽ 2023 ജൂൺ സൈക്കിളിലൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. The following table shows the percentage distribution of students in M.Tech Computer Science class who got employment in the areas of hardware, software quality assurance (SQA), software development and others during 5 years from 2019 to 23, along with the average starting salaries of students per month in rupees in these areas during the same years. The total number of students who passed out in years 2019 to 23 are 800, 600, 1100, 1200 and 1000 respectively. Based on the data in the table, answer the questions that follow. അതായത് M.Tech സ്റ്റുഡൻസിൻ്റെ അവരുടെ ഒരു എംപ്ലോയ്മെൻറ്റ്, അതായത് അവർക്ക് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെയുള്ള സെക്ഷനിൽ 2019 തൊട്ട് 23 വരെ ജോലി കിട്ടിയ ആൾക്കാരുടെ പേഴ്സൻറ്റേജ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറിയുടെ ആവറേജ് പെർ മന്ത്, അതായത് ഒരു മാസം കിട്ടുന്ന ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2019 തൊട്ട് 23 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ എന്ന് പറയുന്നത് 800, 600, 1100, 1200, 1000 റെസ്പെക്റ്റീവ്. അതായത് 2019 800 കുട്ടികൾ, 2020 600, അങ്ങനെയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ വെച്ചിട്ട് വേണം നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട്. എംപ്ലോയ്മെൻറ്റ് ഏരിയ വൈസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ്. എംപ്ലോയ്മെൻറ്റ് ഏരിയ ഹാർഡ്വെയറിൽ 22% ആണ് കുട്ടികളുടെ അവർക്ക് ജോലി കിട്ടിയിരിക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അവരുടെ സ്റ്റാർട്ടിംഗ് സാലറിയുടെ ആവറേജ് എന്ന് പറയുന്നത് 54,500 ആണ്, അതായത് 2019 ഹാർഡ്വെയർ സെക്ഷനിൽ. ഇനി 2020 വരുമ്പം എംപ്ലോയ്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് 17, ആവറേജ് സാലറി എന്ന് പറയുന്നത് 63,800 ആണ്. ഇനി 2021 വരുമ്പോൾ 23%, 75,500 ആണ് സാലറി വരുന്നത്. ഇനി 22 വരുമ്പോഴേക്കും എംപ്ലോയ്മെൻറ്റ് കിട്ടിയത് 19%, ആവറേജ് സാലറി 89,200 ആണ്. ഇനി 2023 വരുമ്പോഴേക്കും എംപ്ലോയ്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് 32, ആവറേജ് സാലറി 98,100 ആണ്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് SQAയിലാണ് നോക്കുന്നത്. 2019 36%, 51,700 സാലറിയും. ഇനി 2020 വരുമ്പോൾ 48%, സാലറി 63,900 ആണ്. 21 വരുമ്പോൾ 43%, 76,300 ആണ് ആവറേജ് സാലറി. ഇനി 2022 വരുമ്പോഴേക്കും 37%, 89,600 സാലറിയും വരും. 23 വരുമ്പോഴേക്കും 32%, 1,02,200 ആവറേജ് സാലറി വരും. ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആണ് നെക്സ്റ്റ് വരുന്ന ഏരിയ എന്ന് പറയുന്നത്. അവിടെ 2019 ആണ് എംപ്ലോയ്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആവറേജ് സാലറി 52,900 ആണ്. ഇനി 20 വരുമ്പോൾ അത് 23, 64,400 ആണ്. 21 വരുമ്പോഴേക്കും 21, 70,500 ആണ്. 22 വരുമ്പോഴേക്കും 16%, 77,600 ആണ് വരുന്നത്. 23 വരുമ്പോഴേക്ക് 20%, 86,400 ആണ്. ഇനി അതേഴ്സ് എന്ന് പറയുന്ന ഏരിയ ആണ് ലാസ്റ്റായിട്ട് വരുന്നത്. അവിടെ 2019 അതായത് മറ്റ് മേഖലകളിൽ ജോലി കിട്ടിയിരിക്കുന്നത് പെർസെൻറ്റേജ് 2019 23,
ആവറേജ് സാലറി 42,600 20-ൽ 12% 50,900 23-ൽ 13% 60,200 22-ൽ 28% 66,400 സാലറി വരുന്നത്. ഈ 23-ലോട്ട് വരുമ്പോഴേക്കും ജോലി കിട്ടിയത് 16% ആവറേജ് സാലറി 75,400. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഏരിയാസ്. അവിടെ 2019, 20, 21, 22, 23 കാലഘട്ടങ്ങളിൽ ജോലി കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജും അതുപോലെ തന്നെ അവരുടെ ആവറേജ് സാലറിയാണ് നമുക്ക് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2019 പാസ് ഔട്ടായത് 800 കുട്ടികളാണെങ്കിൽ 20-ൽ 600 കുട്ടികളും 21-ൽ 1,100 കുട്ടികളും 22-ൽ 1,200 കുട്ടികളും 23-ൽ 1000 കുട്ടികളുമാണ്. Where first represent percentage distribution of students who got employment and second represents average starting salary of students per month. അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റിൽ പെർസെൻറ്റേജ് തന്നിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, ഈ സെക്കൻഡിൽ തന്നിരിക്കുന്നത് അവരുടെ ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറിയാണ് പെർ മന്ത്. അതായത് ഒരു മാസം അവർക്ക് കിട്ടുന്ന ആവറേജ് സാലറിയാണ്. സോ ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. First question, in all the 5 years, the number of students getting employment in hardware is dash less than the number of students getting employment in SQA. അതായത് ഈ 5 വർഷത്തെ എടുത്തു കഴിയുമ്പോൾ ഹാർഡ്വെയറിലെയും SQAയിലെയും തമ്മിലുള്ള ആ ഒരു അവരുടെ കുറവ് എത്രയാണ്, അതായത് അവരുടെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 826, 650, 734, 548. ഇവിടെ പെർസെൻറ്റേജ് അല്ലാട്ടോ ചോദിച്ചിരിക്കുന്നത്, എത്ര കുറവുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളൂ. പെർസെൻറ്റേജ് കണക്കല്ല ചോദിച്ചിരിക്കുന്നത്, വെറും ലെസ് ദാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ഡിഫറൻസ് എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതി. 826, 650, 734, 548. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, 734. നമുക്ക് നോക്കാം എങ്ങനെയാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഓരോ വർഷത്തെ ഹാർഡ്വെയറിൻ്റെ SQAയിലും എത്ര പേരാണ് എംപ്ലോയ്മെൻറ്റ് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ 2019 നമ്മൾ 22/100 × 800 ചെയ്യും. അപ്പോൾ 176 കിട്ടി. 2020 നമുക്ക് 102 കിട്ടി. 21 നമുക്ക് 253 കിട്ടി. 22 നമുക്ക് 228 കിട്ടി. 23 നമുക്ക് 320 കിട്ടി. അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എംപ്ലോയ്മെൻറ്റിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടിയാലും ഡിഫറൻസ് ആണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 22, 36 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ബൈ 100 ഇൻറ്റു അതുപോലെ തന്നെ ആ വർഷത്തെ ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പം പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ നമ്പർ കിട്ടും. അപ്പോൾ അങ്ങനെ ആ നമ്പറുകൾ തമ്മിൽ കൂട്ടി നമുക്ക് ടോട്ടൽ കിട്ടും. അതിന് ശേഷം നമ്മൾ മൈനസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഹാർഡ്വെയറിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതുപോലെ തന്നെ നമ്മൾ SQAൻ്റെയും കണ്ടുപിടിക്കണം. അതായത് 36/100 ഇൻറ്റു 800 288 അങ്ങനെ ഓരോ വർഷത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ ഹാർഡ്വെയറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 176 + 102 + 253 + 228 + 320 = 1079 കിട്ടും. അതുപോലെ തന്നെ SQAയിൽ എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ 1813 കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുക ഡിഫറൻസ് ആണ്. അപ്പോൾ 1813 - 1079 = 734 കിട്ടും. Next question, what is the percentage increase in the average starting salary per month of employment in hardware in the year 2023 with reference to the year 2019? അതായത് 2023 ഹാർഡ്വെയറിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി പെർ മന്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറിയും 2019 ഹാർഡ്വെയറിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി തമ്മിലുള്ള ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറി തമ്മിലുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 60%, 32%, 96%, 80%. ആൻസർ വരുന്ന ഓപ്ഷൻ 4 80% ആണ്. ഇവിടെ ഒന്നുമില്ല, നമുക്ക് 2019 അതുപോലെ തന്നെ 2023 സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്ന് അറിയാം. നമുക്കത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം അത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഡിവിഷൻ ചെയ്തിട്ട് 100 ചെയ്താൽ മതി. അപ്പം പെർസെൻറ്റേജ് ഇൻക്രീസ് = 98,100 നമുക്ക് തന്നിട്ടുണ്ട്. മൈനസ് 54,500 അതും തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 54,500 ഇൻറ്റു 100 ചെയ്യുക. അപ്പം നമുക്ക് 80% തന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് പെർ മന്തിൽ ആവറേജ് സാലറി തന്നിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ UGC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. കാരണം ഇതിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷനിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ UGC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ ആവറേജ് മന്ത്ലി സാലറി ഓഫർഡ് ടു ആൻ MTech കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ് ഇൻ 2020? അതായത് 2020 MTech സ്റ്റുഡൻസിന് മൊത്തമായിട്ട് ഓഫർ ചെയ്തിരിക്കുന്ന ആവറേജ് സാലറി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
60,750, 63,300, 63,333, 64,030 എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇതൊന്നുമല്ല ആൻസർ. 62,438 ആൻസർ വരുന്നത്. അതായത് ഇവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു എംപ്ലോയിക്ക് കിട്ടിയ സാലറിയുടെ അല്ല, അവിടുത്തെ ഉള്ള മൊത്തം, അതായത് 600 എംപ്ലോയീസാണുള്ളത്. ആ 600 എംപ്ലോയീസിനും കിട്ടിയ സാലറിയുടെ ആവറേജാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് 600 എംപ്ലോയീസിന് കിട്ടിയ സാലറിയുടെ ആവറേജാണ് നമ്മളോട് കാണാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം ഹാർഡ്വെയറിൻ്റെ കാണുവാണ്. അപ്പോൾ ഹാർഡ്വെയറിൽ 2020 ഹാർഡ്വെയർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തം എംപ്ലോയീസിനും കൂടെ കൂട്ടി കൊടുത്ത സാലറി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 600 × 70/100 × 63,800 രൂപയാണ്. അപ്പോൾ നമുക്ക് 6507,600 എന്ന് കിട്ടും. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തം കൊടുത്ത സാലറി ഇതാണ്. ഇനി നമ്മൾ SQL കാണുവാണ്. 600 × 48/100 × 63,900 = 18403200 എന്ന് കിട്ടും. അപ്പോൾ അത്രയാണ് SQL ടോട്ടൽ കൊടുത്ത സാലറി എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 600 × 23/100 × 64,400 = 88,872 എന്ന് കിട്ടും. അതേഴ്സ് 600 × 12/100 = 50,900 = 3664800 എന്ന് കിട്ടും. അപ്പോൾ ഓരോ സെക്ഷനിലെ ടോട്ടൽ കൊടുത്ത സാലറികൾ നമുക്ക് കിട്ടി. നമ്മുടെ ടോട്ടൽ എംപ്ലോയീസ് 600 ആണെന്ന് നമുക്കറിയാം. ഇനി ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടോട്ടൽ കാണാം. അതായത് ഈ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 37462800 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 600 ചെയ്യണം. അപ്പോൾ നമുക്ക് 62438 എന്ന് കിട്ടും. സോ ആൻസർ 62438 ആണ്. ഇവിടെ നമ്മൾ ടോട്ടൽ സാലറിയാണ് നോക്കിയത്. അതായത് 600 എംപ്ലോയീസിന് കൊടുത്ത സാലറി എത്രയാണെന്ന് നമ്മളിവിടെ കണക്കാക്കുകയും ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 2021 സ്റ്റുഡൻസ് ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഹാർഡ്വെയർ ഏൺഡ് lakh more than those getting employment in software development per annum. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2021 ഹാർഡ്വെയറിലെ ആൾക്കാരും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലെ ആൾക്കാർക്കും കിട്ടിയ ആ ഒരു പൈസയുടെ ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെർ ആനുവൽ എന്ന് പറയുന്നത് വർഷത്തിലെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, മന്ത്ലി അല്ല. ആ വർഷത്തിലെ ഡിഫറൻസ് ആണ്. അതായത് ആ 2021 ഹാർഡ്വെയറിലെയും സോഫ്റ്റ്വെയറിലെയും കൂടെ കിട്ടിയിരിക്കുന്ന ഏണിങ്സിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സാലറിയുടെ ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ വർഷത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ഹാർഡ്വെയറിലെ കാണും. അതായത് 23/100 × 1100 ഇൻറ്റു 75,500 അവിടുത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതും ചെയ്തു ഇൻറ്റു പെർ ആനുവൽ ആണ്. അപ്പം ഇൻറ്റു 12 നമ്മൾ ചെയ്യുവാണ്. അതായത് ഹാർഡ്വെയറിലെ 2020 ടോട്ടൽ കൊടുത്തിരിക്കുന്ന സാലറിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ആ വർഷം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 22,921,800 എന്ന് കിട്ടും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും ഉണ്ട്. അപ്പോൾ അത് 21/100 × 1100 × 70,500 × 12 ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 19542600 എന്ന് കിട്ടും. ഇനി നമ്മളോട് ഇതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 33,792,000 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഓപ്ഷനിൽ നോക്കിയേ. ഓപ്ഷനിൽ നമുക്ക് 337.92 എന്ന് തന്നിട്ടുണ്ട്. അതായത് അവർ ആ പോയിന്റ് മാറ്റിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ കൃത്യമാണ്. നമ്മൾ കണ്ടു കഴിയുമ്പോൾ അയ്യോ തെറ്റിപ്പോയെന്നൊന്നും പറഞ്ഞേക്കരുത്. അവർ ആ പോയിന്റ് ഒന്ന് മാറ്റിയിട്ട് ചെറുതാക്കി എന്നുള്ളൂ, സിംപ്ലിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, കറക്റ്റ് ആൻസർ തന്നെയാണത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആവറേജ് മന്ത്ലി സാലറി ഓഫർഡ് ടു ആൻ M.Tech കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഇൻ 2023 ഈസ് അപ്രോക്സിമേറ്റ്ലി % മോർ ദാൻ ദാറ്റ് ഇൻ 2022. അതായത് ഒരു M.Tech സ്റ്റുഡൻസിന് 2023 കിട്ടിയ സാലറി 2022 വെച്ച് നോക്കുമ്പോൾ എത്ര % കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12.70, 70.40, 25, 5.43. ആൻസർ വരുന്നത് 12.70 എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം 2023 ടോട്ടൽ സാലറി കാണണം. അതായത് നമ്മളോട് ഇവിടെ പെർസെൻറ്റേജ് ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, ആവറേജ് മന്ത്ലി സാലറിയുടെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം
നമുക്കൊന്ന് 2023 സാലറീസ് എല്ലാം കൂടെ നമ്മൾ കൂട്ടുക. അതായത് 98 100 പ്ലസ് 10 22 00 പ്ലസ് 86 400 പ്ലസ് 75 400 ഈക്വൽ ടു 36 21 00 എന്ന് കിട്ടും. ഇനി 22 നമ്മൾ കൂട്ടുക. 89 200 പ്ലസ് 89 600 പ്ലസ് 76 600 പ്ലസ് 66 400 ഈക്വൽ ടു 32 28 00 എന്ന് കിട്ടും. നമ്മുടെ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 വെച്ച് നോക്കും. അതായത് 2023 എത്ര കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 36 21 00 മൈനസ് 32 28 00 ഡിവൈഡഡ് ബൈ 32 28 00 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 12.179 എന്ന് കിട്ടും. അതായത് 12.179 എന്നുള്ളതാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. First question, the number of digits an integer can report back without error in a single presentation represents. അതായത് ഒരു എറർ ഒന്നും ഇല്ലാണ്ട് ഒരു സിംഗിൾ പ്രസൻറ്റേഷനിൽ നമ്മൾ എത്ര ഡിജിറ്റ് കാണാണ്ട് പറയുന്നുള്ളൂ, ആ ഒരു കഴിവിനെ എന്ത് പേര് വിളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ചങ്കിങ്, മെമ്മറി സ്പാൻ, ഫൊണോളജിക്കൽ ലൂപ്പ്, ടൈം സോൺ. ആൻസർ എന്താണ്? മെമ്മറി സ്പാനാണ്. അതായത് ഒറ്റ സിംഗിൾ ഇതിൽ പ്രസൻറ്റേഷനിൽ നമ്മൾ ആ ഡിജിറ്റ്സ് എല്ലാം ഓർത്ത് എറർ ഒന്നും ഇല്ലാണ്ട് പറയുന്നത് നമ്മുടെ മെമ്മറി സ്പാനാണ് കാണിക്കുന്നത്. ചങ്കിങ് എന്ന് പറയുന്ന ഒരു മെമ്മറി ടെക്നിക്കാണ്. അതായത് നമ്മൾ ഈ ഓരോ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് സ്മോളർ ആക്കിയിട്ട് മാനേജബിൾ യൂണിറ്റ്സ് ആക്കണം. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഗ്രൂപ്പ് തിരിച്ച് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ടെക്നിക്കാണ് നമ്മൾ ചങ്കിങ് എന്ന് പറയുന്നത്. ഫൊണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറിയുടെ ഒരു പാർട്ടാണ്. നമുക്ക് നമ്മുടെ സ്പീച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫൊണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്. ടൈം സോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഓർത്തിരിക്കുന്ന ആ കാലപരിധിക്കാണ് ടൈം സോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് മെമ്മറി സ്പാനാണ്. Next question, a history teacher wants to create an interactive timeline showcasing the evolution of different art movements over centuries. Which tool would best support the creation of this multimedia presentation? അതായത് ഒരു ഹിസ്റ്ററി ടീച്ചറിന് ഈ നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സിൻ്റെ ആ ഒരു എവല്യൂഷൻസ് ആ ടൈം ലൈൻ വെച്ചിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മൾട്ടിമീഡിയ പ്രസൻറ്റേഷന് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂൾ ഏതെന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. പ്രൊസേ, അഡോബ് ഇല്ലസ്ട്രേറ്റർ, ഫ്ലിപ്ഗ്രിഡ്, ഗൂഗിൾ ഫോം എന്നിവയാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, പ്രസിയാണ്. പ്രസ് എന്ന് പറയുന്നത് ഒരു വെബ് ബേസ്ഡ് ടൂളാണ്. പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ വീഡിയോസോ ഡിസൈൻസൊക്കെ വെച്ച് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് പ്രസ് എന്ന് പറയുന്നത്. ഇവിടെ നോൺ ലീനിയർ അപ്രോച്ചാണ്. അതായത് നമ്മുടെ സ്ലൈഡ്സ് വെച്ചിട്ടല്ല ഇവിടെ പോകുന്നത്. അതായത് നമുക്ക് നമ്മുടെ യുണീക്കായിട്ടുള്ള രീതിയിൽ എൻറ്റയർലി കസ്റ്റമൈസ് നമ്മുടെ നീഡ്സ് അനുസരിച്ചുകൊണ്ട് എൻറ്റയർലി കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്. അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് ഡിസൈൻ പ്രോഗ്രാമാണ്. വെക്റ്റർ ബേസ്ഡ് ഇല്ലസ്ട്രേഷൻസും ഗ്രാഫിക്സും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസിലാണ്. ഫ്ലിപ്ഗ്രിഡ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് റിമോട്ട് ലേണിങ്ങിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്ഗ്രിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അസിൻക്രോണസ് ഡിസ്കഷൻ പോസിബിളാണ്. അതുകൊണ്ട് സ്റ്റുഡൻസിന് എപ്പോൾ വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലെൻഡഡ് ലേണിങ്ങിന്, അതുപോലെ ഡിഫറൻഷിയേഷന്, സ്മോൾ ഗ്രൂപ്പ്, ഹോൾ ഗ്രൂപ്പ്, 1-1 എന്നീ കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഇൻട്രാക്റ്റീവ് കൊളാബറേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു എവല്യൂഷനൊക്കെ കാണിക്കാനായിട്ട് പ്രസ് തന്നെയാണ് എപ്പോഴും നല്ലത്. ഗൂഗിൾ ഫോം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് MCQ കണക്കുള്ള ഒക്കെ അങ്ങനത്തെ ഉള്ള എക്സാമിനൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് ഗൂഗിൾ ഫോംസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇതുപോലത്തുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷൻ, അതായത് ഇത്രയും ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു മൾട്ടിമീഡിയ പ്രസൻറ്റേഷന് നമ്മളെ എപ്പോഴും ഹെൽപ്ഫുള്ളി ചെയ്യുന്ന പ്രസ്സയാണ്. അതായത് ഇവിടെ നമ്മൾ ഇൻട്രാക്റ്റീവായിട്ട് ആ ടൈം ലൈൻ ഷോക്കേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ പ്രസ്സയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഓഫ് ദ സ്റ്റുഡൻസ് വർക്ക് ഇൻ ആൻ ഏരിയ ഷോയിങ് ഗ്രോത്ത് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് ഈസ് നോൺ എസ്. അതായത് സ്റ്റുഡൻസിൻ്റെ ഒരു ഏരിയയിലെ വർക്കിൻ്റെ ആ ഒരു കളക്ഷൻ കാണിക്കുകയാണ്, അവരുടെ ഗ്രോത്ത് സെൽഫ് റിഫ്ലക്ഷൻ അച്ചീവ്മെൻ്റ് ഒക്കെ കാണിക്കുന്ന ആ ഒരു വർക്കിന് നമ്മൾ ആ കളക്ഷൻ ഓഫ് ആ ഒരു ഇതിന് നമ്മൾ എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഡലിംഗ്, പോർട്ട്ഫോളിയോ, മാസ്റ്ററി ഗോൾ, പ്രോബ്ലം സോൾവിങ്. ഏതായിരിക്കും? പോർട്ട്ഫോളിയോ ആണ്, അതല്ലേ? പോർട്ട്ഫോളിയോ ആണ് നമ്മുടെ ഒരു ഏരിയയിലല്ല നമ്മുടെ ഗ്രോത്ത് എന്തോരമായി, സെൽഫ് റിഫ്ലക്ഷൻ, നമുക്ക് അവിടെ നേടിയ അച്ചീവ്മെൻ്റ് ഒക്കെ ഒരു സിമ്പിൾ ഇതിലൂടെ ആ ഏരിയയിൽ നമുക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ് നമ്മുടെ ഗ്രോത്തും എല്ലാം കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് കൊണ്ട് ഇവിടെ പോർട്ട്ഫോളിയോ ആണ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജസ്റ്റ് അത് കാണിക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു മിനിയേച്ചർ ഫോമാണ് മോഡലിംഗിൽ വരുന്നത്. മാസ്റ്ററി ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്ററി ഗോൾസ് ആണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, സെൽഫ് റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്, അച്ചീവ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതെപ്പോഴും ഏതായിരിക്കും? പോർട്ട്ഫോളിയോ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ ലിസ്റ്റ് 1 നമുക്ക് കൊടുത്തിരിക്കുന്ന സ്വയംപ്രഭയുടെ ചാനൽ നമ്പർ, ലിസ്റ്റ് 2 അതിൻ്റെ തീംസുമാണ് കൊടുത്തിരിക്കുക. സ്വയംപ്രഭയുടെ ചാനൽസിൻ്റെ എല്ലാത്തിൻ്റെയും അതിൻ്റെ നമ്പറും പേരും അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ വരുന്ന ഫീൽഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ കാണാണ്ട് പഠിച്ചിട്ട് പോകണം. അതിൻ്റെ അത് നിർബന്ധമായിട്ട് സ്വയംപ്രഭ അതുപോലെ തന്നെ സ്വയം ഇതിൻ്റെ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ചാനൽ 03 പ്രബോധ്, ചാനൽ 04 സരസ്വത്, ചാനൽ 05 പ്രഭാനന്ദൻ, ചാനൽ 06 വിധിക്ക് എന്നിവയാണ് ചാനൽ നമ്പർ തന്നിരിക്കുന്നത്. തീം എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ലോ ലീഗൽ സ്റ്റഡീസ്, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് പ്രബോധ് എന്ന് പറയുന്ന സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസിനാണ് വരുന്നത്. സരസ്വത് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസ്. അതായത് സരസ്വതി ദേവി നമുക്ക് നമ്മുടെ ജ്ഞാനത്തിൻ്റെ ഒക്കെ ദേവിയായിട്ടാണല്ലോ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർത്താൽ മതി. സരസ്വതി എഡ്യൂക്കേഷനുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ. ഇനി ചാനൽ 05 എന്ന് പറയുന്നത് പ്രഭാനന്ദനാണ്. അവിടെ വരുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആണ്. ചാനൽ 06 വിധിക്ക് ലോ ആൻഡ് ലീഗൽ സ്റ്റഡീസ്. അതായത് ലോയിലൊക്കെയാണ് നമ്മൾ വിധി കൽപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. വിധിക്ക് ലോ ആൻഡ് ലീഗൽ, വിധി കൽപ്പിക്കുന്നത് ലോ അനുസരിച്ചിട്ടാണ് വിധി കൽപ്പിക്കുന്നത്. സോ വിധിക്ക് അങ്ങനെ ഓർത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും ലിങ്ക് വെച്ചിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ടേംസ്, ലിസ്റ്റ് 2 മീനിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ്, കൺഫർമേഷൻ ബയസ്, ബിലീഫ്, പെർസീവറൻസ്, ഓവർ കോൺഫിഡൻസ് ബയസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ദ ടെൻഡൻസി ടു ഹോൾഡ് ഓൺ എ ബിലീഫ് ഇൻ ദ ഫേസ് ഓഫ് കോൺട്രഡിക്ടറി എവിഡൻസ്, ദ ടെൻഡൻസി ടു ഹാവ് മോർ കോൺഫിഡൻസ് ഇൻ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ദാറ്റ് വി should based on probability, the tendency to search for and use information that supports our ideas rather than refuse them, evaluating alternatives and making choice among them. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റ്, ഓൾട്ടർനേറ്റീവ് ആൻഡ് മേക്കിംഗ് ചോയ്സ് എമംഗ് them. നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് A4 ആയിട്ട് വന്നു. ഇനി കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത് ടെൻഡൻസി ടു സെർച്ച് ഫോർ ആൻഡ് യൂസ് ഇൻഫർമേഷൻ ദാറ്റ് സപ്പോർട്ട് അവർ ഐഡിയാസ് റാദർ ദാൻ റിഫ്യൂസ് ദം. കൺഫർമേഷൻ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെൻഡൻസിയാണ്, അതായത് നമ്മുടെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൺഫർമേഷൻ ബയസ് ആണ് വരുന്നത്. ഇനി ബിലീഫ് പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ ദ ടെൻഡൻസി ടു ഹോൾഡ് ഓൺ എ ബിലീഫ് ഇൻ ദ ഫേസ് ഓഫ് കോൺട്രഡിക്ടറി എവിഡൻസ്. അതായത് ബിലീഫ് പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ കോൺട്രഡിക്ടറി എവിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിലീഫിൽ ഉറച്ചു നിൽക്കുന്നതാണ് ബിലീഫ് പെർസീവറൻസ് എന്ന് പറയുന്നത്. ഇനി ഡി ഓവർ കോൺഫിഡൻസ് ബയസ്, അതായത് ടെൻഡൻസി ടു ഹാവ് മോർ കോൺഫിഡൻസ് ഇൻ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ദാൻ വി ഷുഡ് ബേസ്ഡ് ഓൺ പ്രോബിലിറ്റി. അതായത് നമുക്ക് ആ ഒരു നമ്മൾ നടത്തിയ ജഡ്ജ്മെൻറ്റിലും ഡിസിഷൻസിലും നമ്മൾ ഉറച്ചു നിൽക്കാനുള്ള ആ ടെൻഡൻസിക്കാണ് കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. അതായത് പ്രോബിലിറ്റി ആണെങ്കിൽ കൂടിയും നമ്മൾ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് പ്രോബിലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ കൂടിയും നമ്മൾ നമ്മുടെ ജഡ്ജ്മെൻറ്റിലും ഡിസിഷനിലും ഉറച്ചു നിൽക്കുന്നതിനെയാണ് നമ്മൾ ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും അതുപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലൂടെയും കൂടെ കൂട്ടി 10 ക്വസ്റ്റ്യൻസാണ് അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്